Let X be a normed space over K, E be a non-empty open convex subset of X, and Y be a subspace of X such that E intersection Y is equal to null set. ഇത്രയും കണ്ടീഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്, കമ്പോണൻസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ക്ലോസ്ഡ് ഹൈപ്പർ സ്പേസ് ഉണ്ടാകുന്നു Z, such that Y subset of Z and E intersection Z is equal to null set. ഇയും വൈയും മുൻപ് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ്? E is a non-empty open convex subset such that E intersection Y is equal to null set, where Y is a subspace of X. ആ ഇയുമായിട്ട് ഇസഡിന്റെ ഇന്റർസെക്ഷൻ null set ആവും. It's a closed hyperspace Z in X such that Y subset of Z and E intersection Z is equal to null set. Consequently എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ട് വേണം, അത് അവസാനം ഇവിടെ ഉണ്ടാവുള്ളൂ. There is some f belongs to X prime such that f of X is equal to 0 for every X belongs to Y. Yയിലെ മുഴുവൻ എലമെന്റ്സിലും നോക്കുമ്പോൾ Yയിലെ f 0 മാപ്പിംഗ് തന്നെയാണ്. ബട്ട് ഇയിൽ അങ്ങനെയല്ല. റിയൽ പാർട്ട് ഓഫ് f of X not equal to 0 എന്ന് പറയുമ്പോൾ തന്നെ f of X കംപ്ലീറ്റ്ലി നോൺ സീറോ ആണ്. കാരണം f of X may be a complex number, f is from X to C. റിയൽ പാർട്ട് എന്തായാലും നോൺ സീറോ എന്ന് പറയുമ്പം സീറോ വരത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് f of X is in C. Then real part f of X not equal to 0 means f of X is a complex number. Real part of f of X not equal to 0 means f of X is non-zero. അപ്പം for every X belongs to Y, f of X is equal to 0, and for every X belongs to E, real f of X not equal to 0. ഈ തിയറത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഹാൻ-ബാനാക്ക് സെപ്പറേഷൻ തിയറത്തിലേക്ക് നമ്മൾ പോകുന്നത്. സെപ്പറേഷൻ ഈ ഫംഗ്ഷണൽ വഴിയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഉപയോഗിച്ചത് നമ്മൾ ഫസ്റ്റ് വി വിൽ പ്രൂവ് ദിസ് ഫോർ k is equal to R. ദെൻ അതിന് നമ്മൾ ഇത് തെളിയിക്കാൻ വേണ്ടി Z കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇനി അവസാനം Z കൊണ്ടുവരിക, ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് ഹൈപ്പർ സ്പേസ് സച്ച് ദാറ്റ് Z contains Y or Y contained in Z and E intersection Z is equal to null set. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. അതിന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഐഡിയ, ഒരു സ്ക്രിപ്റ്റ് W ആയിട്ട് കളക്ഷൻ എടുക്കുകയാണ്. W's എന്താ W'സിന്റെ പ്രത്യേകത? W ഓരോന്നും സബ്സ്പേസ് ഓഫ് X ആണ്, Y യെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ആൻഡ് ഈ ഇന്റർസെക്ഷൻ W null set. ഇങ്ങനൊരു സെറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതിന്റെ എക്സിസ്റ്റൻസ് ആണ്. ഇങ്ങനൊരു സെറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ Y യെ വെച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം Y സബ്സെറ്റ് ഓഫ് Y ആണ്, Y സബ്സ്പേസ് ഓഫ് X തന്നിട്ടുണ്ട്, ഈ ഇന്റർസെക്ഷൻ Y null set എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരു എലമെന്റ് ആണ് ആക്ച്വലി Y. Therefore this class exist ചെയ്യുന്നതാണ്. This class is non-empty. Y belongs to W. Y hypothesis. Then നമ്മൾ ഇവിടെ തെളിയിക്കാൻ പോയി. ഇവിടെ നമുക്ക് ഒരു Z എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം Z ഈ ക്ലാസ്സിൽ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് Z ഒരുപാട് ഗുണങ്ങളായി. Z സബ്സ്പേസ് ഓഫ് X ആയി, Y സബ്സെറ്റ് ഓഫ് Z ആയി, ഈ ഇന്റർസെക്ഷൻ Z null set ആയി. പക്ഷേ Z Xൽ ഹൈപ്പർ സ്പേസ് ആവണം. ഹൈപ്പർ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു മാക്സിമാലിറ്റി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു മാക്സിമൽ എലമെന്റ് നമുക്ക് ഇപ്പോൾ കൊണ്ടുവരാം. പിന്നെ ഹൈപ്പർ സ്പേസ് Xലെ ഹൈപ്പർ സ്പേസ് അത് തെളിയിക്കുകയും ചെയ്യാം. ഇതിനകത്ത് മാക്സിമൽ എലമെന്റ് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സോൺസ് ലെമ്മയാണ്. സോൺസ് ലെമ്മ എന്ത് പറയുന്നു? ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റിലെ എല്ലാ ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റുകൾക്കും അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ആ കളക്ഷന് ഹോൾ അവിടെ ഒരു മാക്സിമൽ എലമെന്റ് അതിലുണ്ടായിരിക്കും. അപ്പൊ നമുക്കിവിടെ പറയേണ്ടുന്നത് ഈ W എന്ന് പറയുന്ന സംഗതി ഇതൊരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്. ആദ്യം പറയാം, ഇത് പാർഷ്യലി ഓർഡേർഡ് ആണോ എന്ന് നോക്കുന്നതിന് അവിടെ ഒരു നമുക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യണം. തീർച്ചയായിട്ടും സെറ്റുകൾ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായി സെറ്റിലെ ഒരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ അറിയാം, ദാറ്റ് ഈസ് സബ്സെറ്റ് റിലേഷൻ. അതുകൊണ്ട് സബ്സെറ്റ് റിലേഷൻ തന്നെ ഇവിടെ ആലോചിക്കുക. കൺസിഡർ ദ ഇൻക്ലൂഷൻ W1 subset of W2 for W1 W2 belongs to W. Clearly this subset relation is reflexive, antisymmetric and transitive. നമ്മൾ നേരത്തെ ഇത് പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ സെറ്റ് ഒക്കെ പറഞ്ഞതാണ്. ഹെൻസ് ഈ Wൽ ഈ സബ്സെറ്റ് ഒരു പാർഷ്യൽ ഓർഡർ ആവുകയും W ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആവുകയും ചെയ്യും. ഇനി അടുത്ത ഘട്ടം സോൺസ് ലെമ്മയ്ക്ക് കണ്ടീഷൻ വേണ്ടുന്നത് എല്ലാ ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റിനും ഒരു മാക്സിമൽ എലമെന്റ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പോൾ W1 W2 എക്സെട്ര. ടോട്ടലി ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് എലമെന്റ്സ് എടുത്താലും കമ്പയറബിൾ ആകണം. അപ്പോൾ നമുക്ക് എല്ലാ സെറ്റുകളും ടോട്ടലി ഇപ്പൊ സബ്സെറ്റ് റിലേഷൻ എടുത്തിട്ട് ഏത് സബ്സെറ്റ് എടുത്താലും ടോട്ടലി ഓർഡർ ഒന്നും പറയാൻ പറ്റത്തില്ല. ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റുകളാണ് നമുക്ക് എടുക്കേണ്ടതെന്നാണ്. അപ്പൊ ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റ് എല്ലാം പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന A എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ആ സെറ്റ്
1 2 3 ആണെന്നിരിക്കും. അതിന്റെ ഒരു സബ്സെറ്റ് റിലേഷൻ ഞാൻ എടുക്കുക. W1 W2 എടുത്തു ഒരു സബ് കളക്ഷൻ എടുക്കുകയാണ്. ഇറ്റ് ഈസ് സെറ്റ് 1 സെറ്റ് 1 2 സെറ്റ് 1 3. ഇത് എയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടോട്ടലി ഓർഡേർഡ് കളക്ഷൻ ആണോ? ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആണോ? സെറ്റ് 1 2 സെറ്റ് 1 3 കമ്പയറബിൾ അല്ല. ഇവിടെ സെറ്റ് 1 2 is not a subset of set 1 3 and set 1 3 is not a subset of set 1 2. അതുകൊണ്ട് ഇതൊരു ടോട്ടലി ഓർഡേർഡ് സെറ്റ് അല്ല. നമുക്ക് വേണ്ടുന്നത് പക്ഷെ അങ്ങനല്ല. ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റുകൾ എടുക്കുമ്പോൾ അതിന് അപ്പർ ബൗണ്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ W1 W2 എക്സെട്ര എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ടോട്ടലി ഓർഡേർഡ് സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ടോ എന്നുള്ള ചോദ്യം. അപ്പൊ ഈ ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആണ് W1 W2 എക്സെട്ര. ദെൻ ഇതിനകത്ത് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും ദാറ്റ് ഈസ് കമ്പയറബിൾ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഏത് കളക്ഷൻ എടുത്താലും ടോട്ടലി ഓർഡേർഡ് അല്ല. നമുക്ക് ടോട്ടലി ഓർഡേർഡ് സെറ്റ് മതി. ഇവിടെ ടോട്ടലി ഓർഡേർഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കളക്ഷൻ ഇവിടെ വരുന്നില്ല. 1 2 1 3 അങ്ങനെയുള്ള കളക്ഷൻ വരത്തില്ല. കാരണം അത് ടോട്ടലി ഓർഡേർഡ് അല്ല. ടോട്ടലി ഓർഡേർഡ് സെറ്റുകൾക്ക് മാക്സിമം ഉണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം. അവിടെ സബ്സെറ്റ് ഇൻക്ലൂഷൻ ഉണ്ടോ അവ തമ്മിൽ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അതിനൊരു മാക്സിമം എലമെന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ യൂണിയൻ. ഓക്കെ, അതിന്റെ ആ കളക്ഷന്റെ യൂണിയൻ എടുത്താൽ മതി. അത് മാക്സിമൽ ആയിരിക്കും. കാരണം അതിന് W1 എടുത്ത സബ്സെറ്റ് ഓഫ് W1 യൂണിയൻ W2 എക്സെട്ര ഓരോന്നും അങ്ങനെ സബ്സെറ്റ് ഓഫ് എവരി ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റ് ഓഫ് W ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഇൻ W നെയിംലി ഇറ്റ്സ് യൂണിയൻ. ചെയ്യുമ്പോൾ നമുക്ക് സോഴ്സ് ലെമ്മയൊക്കെയുള്ള കണ്ടീഷൻസ് എല്ലാമായി അല്ലേ. ടോട്ടൽ സോഴ്സ് ലെമ്മ എന്താ പറയുന്നത്? ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റിലെ എല്ലാ ടോട്ടലി ഓർഡേർഡ് സബ്സെറ്റുകൾക്കും അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൽ ഒരു മാക്സിമൽ എലമെന്റ് കാണും. By Son's lemma, there is a maximal element Z in W. അപ്പോൾ ഒരു Z കയറി വന്നു അതിനകത്ത്. അതൊരു മാക്സിമൽ എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ Z എന്തൊക്കെ പ്രത്യേകം ആ സിസ്റ്റത്തിൽ, അതായത് W-ൽ വന്നു. അത് കയറി സ്ക്രിപ്റ്റ് W-ൽ അത് വന്നതോടുകൂടി W-ൽ വരുന്ന എലമെന്റ് പ്രത്യേകത ഇതാണെന്ത്? അത് സബ്സ്പേസ് ഓഫ് X ആണ്, Y-യെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ജോയിന്റ് വിത്ത് E. ഇത്രയും പ്രോപ്പർട്ടീസ് അന്നേരം വന്നു കഴിഞ്ഞു. നമുക്ക് ആ ഹൈപ്പർ സ്പേസ് ആയിട്ട് വരുന്ന സാധനത്തിനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ വേണ്ടത് നോക്കാം. നമുക്ക് എന്തൊക്കെയാ വേണ്ടി? അതൊരു ക്ലോസ്ഡ് ഹൈപ്പർ സ്പേസ് ആയിരിക്കണം, Y-യെ കണ്ടെയ്ൻ ചെയ്യണം, ആൻഡ് ഈ ഇന്റർസെക്ഷൻ Z നൾ സെറ്റ് ആവണം. ഇപ്പൊ ഇത് മാക്സിമൽ, അതിനകത്തൊരു മാക്സിമൽ ആയി. പക്ഷെ നമുക്കത് എക്സിൽ മാക്സിമൽ സബ്സ്പേസ് ആണോ നോക്കണം. എന്തായാലും മറ്റു പ്രോപ്പർട്ടീസ് വന്നിട്ടുള്ളത് Y-യെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നായി, ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്നായി അതിനകത്ത് വന്നതുകൊണ്ട്. ഇനി നമുക്ക് അവസാനമായി തെളിയിക്കേണ്ടത് അത് എക്സിൽ ഹൈപ്പർ സ്പേസ്. അപ്പോൾ now we want to prove Z is a closed hyperspace in X. അപ്പൊ അത് Z is not a hyperspace എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അതിന്റെ ആദ്യ ഭാഗത്ത് ഒരു റിസൾട്ട് കിട്ടുന്നത് then there is some X naught. അതുപോലെ തെളിയിക്കണം. X naught belongs to X with X naught not in Z and E intersection span set Z X naught equal to null set. ഇത് പതുക്കെ Z-ന്റെ മാക്സിമാലിറ്റി കോൺട്രഡിക്ട് ചെയ്യും. ഇതിനകത്തെ മാക്സിമൽ എലമെന്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഏതാണ്? Z ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് പക്ഷെ Z എക്സിന്റെ ഹൈപ്പർ സ്പേസ് അല്ല. അപ്പൊ വരുന്ന പ്രശ്നം Z എക്സിന്റെ ഹൈപ്പർ സ്പേസ് അല്ല, പക്ഷേ ഈ സ്ക്രിപ്റ്റ് W-ലെ മാക്സിമൽ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് Z-ൽ ഇല്ലാത്ത മറ്റൊരു എലമെന്റ് കൊണ്ടുവന്നിട്ട്, എന്തായാലും ഹൈപ്പർ സ്പേസ് പോലും അല്ല, Z X അല്ല പറയണം. Z എന്തുകൊണ്ട് X അല്ല? Z ഈ ഇന്റർസെക്ഷൻ Z നൾ സെറ്റ് ആണ്. യെ കുറിച്ച് പറയുമ്പോൾ അത് നോൺ എം ടിയുമാണ്. ഈ എം ടി ആയിരുന്നെങ്കിൽ പിന്നെയും സാധ്യത ഉണ്ടായിരുന്നു Z X ആവാൻ. പക്ഷെ ഈ നോൺ എം ടി ഇവിടെ വ്യക്തമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ Z നൾ സെറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? Z X ആവില്ല. Z ഹൈപ്പർ സ്പേസും കൂടെ ആയില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ Z ഹൈപ്പർ സ്പേസും കൂടെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിൽ നിന്നൊരു എലമെന്റ് എക്സ് നോട്ട് കൊണ്ടുവന്നാൽ ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് Z X നോട്ട് നൾ സെറ്റ് ആകും എന്ന് പ്രൂവ് ചെയ്യുമെന്ന് ഇവിടെ പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ അപ്പം ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് Z X നോട്ട് നൾ സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ക്രിപ്റ്റ് W-ൽ ഒരു കാൻഡിഡേറ്റ് കിട്ടുകയാണ്. യഥാർത്ഥത്തിൽ കിട്ടാൻ പോവാണ്. ഈ സ്പാൻ സെറ്റ് Z X നോട്ട് അന്നേരം നമുക്ക് വേണമെങ്കിൽ പുതിയൊരു W1 ആയിട്ടോ മറ്റോ കൊടുക്കാം. അങ്ങനെ കൊടുത്താലുള്ള ഗുണം അപ്പൊ ഈ ഇവിടെ കയറിയത്. പിന്നെ നമുക്ക് പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പറ്റും? Y-യെ അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് W1. അത് പറയുകയും ഈ W1 ഒരു സബ്സ്പേസ് ആണെന്ന് പറയുകയും കൂടെ ചെയ്താൽ ഈ W1 എവിടെ വരും? ഈ സ്ക്രിപ്റ്റ് W-ൽ വരും. സ്ക്രിപ്റ്റ് W-ൽ വരാനുള്ള യോഗ്യതകളല്ലേ അത്.
എക്സിന്റെ സബ്സ്പേസ് ആവണം, വൈയെ കണ്ടെയ്ൻ ചെയ്യണം, ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആവണം. ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്നാവുമെന്ന് പ്രൂവ് ചെയ്യും നമ്മളിവിടെ പറഞ്ഞ്. അത് പ്രൂവ് ചെയ്യപ്പെടുകയും പിന്നെ ഈ രണ്ട് കാര്യങ്ങളൂടെ പറയുകയും ചെയ്താൽ W1 ഇതിനകത്ത് കയറി വരും. പക്ഷെ കൃത്യമായി നമുക്കറിയാം സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് ഇസഡും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇസഡിനെ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് കണ്ടെയ്ൻ ചെയ്യും. എന്താ കണ്ടെയ്ൻ ചെയ്യും? അപ്പൊ ഇസഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്പേസ് ആണ് സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട്. അപ്പൊ ഈ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആവുകയും അത് വൈയെ കണ്ടെയ്ൻ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് പറയാം പോട്ടെ, വൈയെ കണ്ടെയ്ൻ ചെയ്യുകയും ആ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് സബ്സ്പേസ് ഓഫ് എക്സ് ആവുകയും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ആ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് സ്ക്രിപ്റ്റ് ഡബ്ല്യൂയിൽ വരും. സ്ക്രിപ്റ്റ് ഡബ്ല്യൂയിൽ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് വന്നാൽ ഒരു കോൺട്രഡിക്ഷനിൽ എത്തും. എന്താ കോൺട്രഡിക്ഷൻ? ഇസഡ് മാക്സിമൽ അല്ലാന്ന് വരും. കാരണം സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് എക്സ് ആയാൽ പ്രശ്നമില്ല, കാരണം പ്രോപ്പർ സബ്സ്പേസ് ആണ് നമ്മൾ ഹൈപ്പർ സ്പേസ് എന്ന് പറയുന്നത്. പക്ഷെ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് എക്സ് ആവുമോ? ആവില്ല. നേരത്തെ പറഞ്ഞ അതേ കാരണം ഇയുമായി അതിന്റെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അതിന് നമുക്ക് നോക്കാം. ഇത് മാത്രമാണ് ഇനി നമുക്ക് സ്ഥാപിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പൊ കൺസിഡർ എസ് ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് യൂണിയൻ ഓഫ് ആർ ഇ സച്ച് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ എടുത്തിട്ട് ഈ ആദ്യം ഈ വലുപ്പമാണെങ്കിൽ ഈ പിന്നെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഈ ആണെങ്കിൽ ആർ ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഒന്നുകൂടെ സ്കെയിൽ ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1ൽ താഴെയാണെങ്കിൽ ചെറുതാവും. ഇങ്ങനെയും വരാം, സ്കെയിൽ ചെയ്യാം. ഇതൊരു ആർ ഇ ആവാം, ഇതൊരു ആർ ഇ ആവാം, ഇതൊരു ആർ ഇ ആവാം. ഇങ്ങനെ ഒരു സാധനം എടുക്കുകയാണ്. ഇതൊക്കെ ആർ ഇകളാണ്. 0ക്കും 1നും ഇടയ്ക്കുള്ള ആറാണെങ്കിൽ ചെറുതാവും, ഓക്കെ, ഇല്ലെങ്കിൽ അത് വലുതായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? എന്നിട്ട് ഇസഡുമായി ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് അറിയാം? എസും മൈനസ് എസും ഓപ്പൺ ആണ്, എസ് ഇന്റർസെക്ഷൻ മൈനസ് എസ് നൾ സെറ്റ് ആണ്, എസ് യൂണിയൻ മൈനസ് എസ് സബ്സെറ്റ് ഓഫ് ഇസഡ് കോംപ്ലിമെന്റ് ആണ്. 3 റിസൾട്ടുകൾ ശ്രദ്ധിക്കലാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു എക്സ് ഉണ്ട്, അതിന്റെ സബ്സെറ്റ് ആണ് എസ്. സബ്സെറ്റ് എസ് യൂണിയൻ മൈനസ് എസ് ഇസഡ് കോംപ്ലിമെന്റിന്റെ സബ്സെറ്റ് ആണ് അല്ലെ. അപ്പൊ ബാക്കിയുള്ള ഈ ഭാഗമാണ് ഇസഡ്. ബാക്കി വെളിയിൽ കിടക്കുന്ന ഈ ഷെയ്ഡ് ചെയ്യാം, ഈ ഭാഗമാണ് ചുരുക്കത്തിൽ ഇസഡ് എന്ന് പറയുന്നത്. These statements show that S union minus S not equal to Z complement. അതെന്തുകൊണ്ട് പറയും? അഥവാ അല്ലെങ്കിൽ ഇസഡ് കോംപ്ലിമെന്റ് എന്തായി മാറി? എസ് യൂണിയൻ മൈനസ് എസ് ഈക്വൽ ടു ഇസഡ് കോംപ്ലിമെന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എസ് മൈനസ് എസ് ഓപ്പൺ ആയിരുന്നു, എസ് ഇന്റർസെക്ഷൻ മൈനസ് എസ് നൾ. അങ്ങനെയാണെങ്കിൽ എസ് യൂണിയൻ മൈനസ് എസ് ഇസഡ് കോംപ്ലിമെന്റ് ആകുമ്പോൾ എന്ത് പറയാം? ഇസഡ് കോംപ്ലിമെന്റ് ഈസ് ഡിസ്കണക്റ്റഡ്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചാൽ. പക്ഷെ ഇസഡ് കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ കോൺട്രഡിക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ നോട്ട് ഈക്വൽ ടു എന്ന് പറയാൻ കാര്യം എന്താണ്? ഈക്വൽ ടു ആണെങ്കിൽ ഇസഡ് കോംപ്ലിമെന്റ് വിൽ ബി ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് 2 നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ്സ്. ഇത് ഇമ്പോസിബിൾ ആണെന്ന്. അപ്പൊ അതിനർത്ഥം ഇസഡ് കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. 7.2 അതാണ് വൈ സബ്സ്പേസ് ഓഫ് എക്സ് വിച്ച് ഈസ് നോട്ട് എ ഹൈപ്പർ സ്പേസ്. ഈ കണ്ടീഷനിലാണ് വൈ കോംപ്ലിമെന്റ് കണക്റ്റഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹൈപ്പർ സ്പേസ് ആകാത്ത സബ്സ്പേസിന്റെ കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണ്. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ അസംഷൻ എന്താണ്? Z is not a hyperspace in X. Then by 7.2 lemma Z complement is connected. അപ്പൊ അത് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ മൂലം എസ് യൂണിയൻ മൈനസ് എസ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇസഡ് കോംപ്ലിമെന്റ് എന്നേ വരൂ, അല്ലാതെ ഈക്വൽ ടു ഇസഡ് കോംപ്ലിമെന്റ് വരില്ല. അപ്പൊ അതാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? നമുക്ക് ഇവിടെ നിന്ന് ഒരു എക്സ് നോട്ട് എടുക്കാൻ പറ്റും. പടം എന്ന് പറഞ്ഞാൽ ആ എക്സ് നോട്ട് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ആ എക്സ് നോട്ട് ഇസഡിലില്ല, ആ എക്സ് നോട്ട് എസിലോ മൈനസ് എസിലോ ഇല്ല. നമുക്ക് ഇതാണ് ഇസഡ് കോംപ്ലിമെന്റ് എന്ന് പറയും. ഇത് എസും മൈനസ് എസുടെ യൂണിയൻ എടുത്തപ്പോൾ ഇസഡ് കോംപ്ലിമെന്റ് കിട്ടിയെങ്കിൽ നമുക്ക് എടുക്കുന്ന എക്സ് നോട്ട് എസിലോ മൈനസ് എസിലോ കണ്ടല്ല പറ്റുമോ? ഇവിടുത്തെ സാഹചര്യം എന്താണ്? എസും മൈനസ് എസും ഡിസ്ജോയിന്റ് ആയിട്ട് നിന്നിട്ട് അത് ഇസഡ് കോംപ്ലിമെന്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ് അതിന്റെ യൂണിയൻ. എസ് യൂണിയൻ മൈനസ് എസ് ഇസഡ് കോംപ്ലിമെന്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എസ് മൈനസ് എസിലും ഇല്ലാത്ത എങ്കിൽ ഇസഡ് കോംപ്ലിമെന്റിൽ വരുന്ന ഒരു എലമെന്റ് ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് വെളിയിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇസഡിലും എസിലും മൈനസ് എസിലും ഇല്ലാത്ത ഒരു എലമെന്റ് നമുക്ക് കൂടെ കിട്ടും.
x naught belongs to x such that x naught not belongs to z, not belongs to s, not belongs to minus s. That is x naught not belongs to z union s union minus s. അങ്ങനെ ഒരു എക്സ് നോട്ട് കിട്ടും. എക്സ് നോട്ട് കൊണ്ടുവരാൻ ചെയ്ത മാർഗമാണിത്. ഇങ്ങനെ ഒരു കിട്ടുന്ന എക്സ് നോട്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആവും എന്ന് പറഞ്ഞല്ലോ. അത് സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ആ എക്സ് നോട്ട് ആണ്. ആ ഒരു എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇസഡിൽ ഇല്ലാത്ത എന്ന് നമ്മൾ ആദ്യം പറഞ്ഞുള്ളൂ. നമുക്ക് പുതുതായിട്ട് ഒരു സെറ്റോട് നമ്മൾ ഫോം ചെയ്തു, എസ് പിന്നെ മൈനസ് എസ് അതിന്റെ അതുമായി അനുബന്ധിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തിട്ട് എക്സ് നോട്ട് കൊണ്ടുവരേണ്ടുന്ന ആവശ്യകത ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പോയെന്നുള്ളൂ. ആദ്യം നമ്മൾ പറയുമ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. നോക്കിയേ, ഇസഡ് ഹൈപ്പർ സ്പേസ് അല്ല എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു എക്സ് നോട്ട് കിട്ടും. ഇസഡിലില്ലാത്ത ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് നൾ സെറ്റ് ആവും എന്ന് നമ്മൾ ലക്ഷ്യം പറഞ്ഞു വെച്ചു, അല്ലെങ്കിൽ നമ്മളിത് ഷോ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ നമുക്ക് ഈ എക്സ് നോട്ട് ഇസഡിലില്ല എന്ന് മാത്രമായിട്ട് പോകില്ല. അങ്ങനെ പോയാലൊന്നും സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആവില്ല. പുതിയൊരു സെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പറയേണ്ടതായ ആവശ്യകതയുണ്ട്. ആ എസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമുക്ക് മുൻപറഞ്ഞ എക്സ് നോട്ട് കിട്ടുന്നത്. ആ എക്സ് നോട്ട് ആണ് ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് നൾ സെറ്റ് ആക്കുന്നത്. First suppose that Z is not a hyperspace in X. We shall show that there is some x naught belongs to X with the x naught not belongs to Z and in intersection span set Z x naught equal null set. അതോടുകൂടി Z ന്റെ മാക്സിമാലിറ്റി കോൺട്രാഡിക്റ്റ് ചെയ്യപ്പെടും സ്ക്രിപ്റ്റ് W ൽ. അങ്ങനെ നമ്മുടെ പ്രൂഫ് ഓവർ ആവും. അതിനുവേണ്ടി ഒരു സെറ്റ് ഞാൻ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു. S is equal to Z plus union set R is such that R greater than 0. ഇനി നമുക്ക് x നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള S ന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ വരുമ്പോൾ എസും മൈനസ് എസും, മൈനസ് എസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇസഡിൽ കാണുന്ന എലമെന്റുകളെ എല്ലാം മൈനസ് കൊണ്ട് ഗുണിച്ചെടുത്തു, ആറിയിലെ എല്ലാ എലമെന്റുകളെയും മൈനസ് കൊണ്ട് ഗുണിച്ചു. മൈനസ് എസ് മൈനസ് 1 സ്കെയിലർ കൊണ്ട് ഗുണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിന് ഒന്നിൽ കോൺട്രാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നിഫൈ ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ മൈനസ് എസ് ഉണ്ടായി. എസും മൈനസ് എസും ഓപ്പൺ ആണെന്ന് പറയാം. വളരെ എളുപ്പമാണ് എസും മൈനസ് എസും ഓപ്പൺ ആണെന്ന് പറയാം. അത് ആദ്യം എസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. എസ് എങ്ങനെ ഓപ്പൺ ആണെന്ന് പറയാം? പഴയൊരു തിയറം ഉണ്ടല്ലോ 5.6, അതിനകത്ത് രണ്ട് സെറ്റുകളുടെ പ്ലസ് അഡീഷൻ ഓപ്പൺ ആവുന്നതിനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? E1 E2 തന്നിട്ട് E1 plus E2 ഓപ്പൺ ആകുന്നതിന് എന്ത് മതിയാകും? ഏതെങ്കിലും വൺ ഓഫ് ദം ഈസ് ഓപ്പൺ എന്ന് വന്നാൽ അതിന്റെ പ്ലസ് ഓപ്പൺ ആകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏത് ഓപ്പൺ എന്ന് പറയാം? Z plus union of R is എന്ന് പറഞ്ഞേക്കുന്നത്. ഏതാ ഇവിടെ ഓപ്പൺ? അതെ, RE ഓപ്പൺ ആണ്. എന്തുകൊണ്ട് ഓപ്പൺ ആണ്? തന്നു, ഈസ് ഓപ്പൺ തന്നു. അപ്പൊ പിന്നെ RE എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലർ കൊണ്ട് ഗുണിച്ചു. ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ കൊണ്ടാണ് ഗുണിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? അത് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? അത് വലുതാകും. R ഈക്വൽ ടു 1 ആണെങ്കിൽ REക്ക് മാറ്റമൊന്നുമില്ല, ഈ തന്നെയാണ്. R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ RE വലുതാവും. അപ്പൊ ഓപ്പൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൗണ്ടറി കയറി വരത്തൊന്നുമില്ല അതിനകത്ത്. അതിന്റെ കണ്ടീഷൻസിന് ആ ബൗണ്ടറി ഇല്ല എന്നുള്ളത് വീണ്ടും തുടർന്നു പോകും. therefore ഈ ഓപ്പൺ ആയതുകൊണ്ട് RE ഓപ്പൺ ആണെന്ന് കൃത്യമാണ്. ഇനി ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയതുകൊണ്ട് ഇത് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയതുകൊണ്ട് ഈ കാണുന്ന രണ്ടാമത് എഴുതിയിരിക്കുന്ന ടേം യൂണിയൻ ഓഫ് RE തീർച്ചയായിട്ടും ഓപ്പൺ ആണ്. അങ്ങനെ വരുമ്പോൾ Z എന്തും ആയിക്കോട്ടെ, Z പ്ലസ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. എസ് ഓപ്പൺ ആയതുകൊണ്ട് മൈനസ് എസ് ഓപ്പൺ ആവും. മൈനസ് എസ് ഓൾസോ ഓപ്പൺ. then അടുത്തത് എസ് ഇന്റർസെക്ഷൻ മൈനസ് എസ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യാം. അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ എസ് ഇന്റർസെക്ഷൻ മൈനസ് എസിലും എലമെന്റ് എക്സ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ ഈ എക്സിന് എസിലെയും മൈനസ് എസിലെയും എലമെന്റുകളുടെ ഫോം വരും. For this, take Z1 and Z2 in Z, and X1 and X2 in E, and R1, R2 greater than 0, such that X belongs to S. Therefore, X can be written as element in Z, that is Z1 plus some R into element in E, that is R1 into X1. And also X belongs to minus S implies it can be written in another way, that is X is equal to minus Z2 minus R2 X2 because it is in minus S. Now Z1 plus R1 X1 is equal to minus Z2 minus R2 X2.
അതൊരു അറേഞ്ച് ചെയ്യുക. Therefore this can be written as r1x1 plus r2x2 minus r2x2 taking the left side, that is equal to minus z1 minus z2, that is z1 to the right side. Again മറ്റൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇതിനെ r1 plus r2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബിക്കോസ് r1 r2 greater than 0, r1 plus r2 not equal to 0. Hence r1x1 plus r2x2 by r1 plus r2 is equal to minus of z1 plus z2 by r1 plus r2. Now ഈ r1x1 plus r2x2 by r1 plus r2 നെ തീർച്ചയായിട്ടും r1 by r1 plus r2 into x1 plus r2 by r1 plus r2 into x2 എന്ന് എഴുതാം. Again r2 by r1 plus r2 നെ കുറിച്ച് ആലോചിച്ചാൽ that is clearly 1 minus of r1 by r1 plus r2. അപ്പോൾ ഇത് നോക്കിക്കാം. It is some form tx1 plus 1 minus t into x2. Let r1 by r1 plus r2 to t. And what about d? E is a convex set. Therefore, this convex combination of x1 and x2, where x1, x2 belongs to E, therefore this convex combination is also belongs to E. And what about minus of z1 plus z2 by r1 plus r2? And Z is a subspace or vector space. We know Z is a subspace. Therefore, Z1, Z2 belongs to Z1 by or minus 1 by R1 plus R2 is a scalar. Therefore, this multiplication minus R1 plus R2 into Z1 plus Z2 also belongs to Z. Now, E forms of the left side E lana, right side Z. They are equal. Some element let it be A. Then this A belongs to E intersection Z. But we know that E intersection Z is null set, therefore it is a contradiction. That means X എന്ന് പറയുന്ന ഒരു element S intersection minus S എടുക്കാൻ കഴിയില്ല. S intersection minus S null set ആണ്. The third proof, S union minus S is a proper subset of Z complement. അതെന്ത് ചെയ്യണം? അതും ഇതുപോലെ അങ്ങനെയല്ല. There is some Z belongs to Z ഉണ്ട്, which is also in S union minus S എന്നിരിക്കട്ടെ. അതായത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ S union minus S, S minus S intersection null set ആണ്. Z കോംപ്ലിമെന്റ് എടുത്താൽ X ആവണമല്ലോ. S union minus S Z കോംപ്ലിമെന്റ് അകത്താണ്. നമുക്ക് ഇതാണ് തെളിയിക്കേണ്ടത്. അങ്ങനെയല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? There exists some Z belongs to Z which is also in S union minus S. That is, ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് S union minus S Z complement subset അല്ല. Assume this. Then S union minus S ന് എന്ത് സംഭവിക്കും? S union minus S has some intersection with the Z. Okay, S union minus S Z complement subset അല്ലെങ്കിൽ S union minus S ന് Z മായി intersection ഉണ്ട്. S union minus S ന് Z മായി intersection ഉണ്ടെന്ന് പറഞ്ഞാൽ there is some Z belongs to Z and this Z belongs to S union minus S. Okay. Contradiction വരുന്ന രീതിയിലാണ് വീണ്ടും assumption എടുത്തിരിക്കുന്നത്. Then Z belongs to S union minus S means Z either belongs to S or in minus S. Z in S, therefore again നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ X Z-ലും S-ലും മൈനസ് S-ലും ഉണ്ടെന്ന്, അവിടെ രണ്ടിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുകിൽ S-ൽ അല്ലെങ്കിൽ മൈനസ് S എന്ന് പറയുമ്പോൾ ഏതായാലും S-ലെ എലമെന്റ് ഫോം അല്ലെങ്കിൽ മൈനസ് S-ല്. അപ്പോൾ S-ലെ എലമെന്റ് എങ്ങനെ എഴുതണം? Take some element Z1 in Z and X1 belongs to E and R1 greater than 0. Then Z can be written as the plus ആലോചിക്കുക Z1 plus R1 X1. അപ്പോൾ Z മൈനസ് S-ലാണെങ്കിലോ that is minus of Z1 plus R1 X1, that is minus Z1 minus R1 X1. Okay. Therefore, Z belongs to S or Z belongs to minus S implies Z is equal to plus or minus Z1 plus R1 X1. For some Z1 belongs to Z, X1 belongs to E and R1 greater than 0. That is ഒരു arrangement ആലോചിക്കുക. Plus or minus Z is equal to
z1 plus r1 x1. If z is equal to z1 plus r1 x1, okay, or z is equal to minus of z1 plus r1 x1, then minus z is equal to z1 plus r1 x1. അപ്പോൾ ഇവിടെ വീണ്ടും അറേഞ്ച് ചെയ്താൽ x1 is equal to x1 റൈറ്റ് സൈഡിൽ നിർത്തി r1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, z1 ലെഫ്റ്റ് സൈഡിൽ പോയി. It is plus or minus z minus z1 by r1. And what about x1? x1 belongs to E, and again z1 belongs to z. Z is a vector space, therefore 1 by r1 into plus or minus z1 belongs to z. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, therefore let it be B. Then this B belongs to E intersection Z. Again we get a contradiction because E intersection Z is equal to null set. Hence S union minus S നും Z നൂടെ കോമൺ ആയിട്ട് എലമെന്റ് ഒരിക്കലും ഇല്ല. That means S union minus S subset of Z complement. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കുക. First, S and minus S are open in X. Second, S intersection minus S is equal to null set. Last, S union minus S subset of Z complement. Okay. അപ്പോൾ അതായത് എസ് യൂണിയൻ മൈനസ് എസ് സബ്സെറ്റ് ഓഫ് ഇസഡ് കോംപ്ലിമെന്റ് ആണ്, പക്ഷേ എസ് യൂണിയൻ മൈനസ് എസ് നോട്ട് ഈക്വൽ ടു ഇസഡ് കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് എസ് യൂണിയൻ മൈനസ് എസ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇസഡ് കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് വൈ ഇവിടെ നമുക്കത് കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്കത് ആലോചിക്കാം. ഈ 3 സ്റ്റേറ്റ്മെന്റ് കൂടെ ആലോചിച്ചാൽ എസ് യൂണിയൻ മൈനസ് എസ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇസഡ് കോംപ്ലിമെന്റ് കിട്ടും. അതും കോൺട്രഡിക്ഷൻ ആലോചിച്ചു പോകാം. ഫോർ അതർവൈസ് ഇസഡ് കോംപ്ലിമെന്റ് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ് സൂചിപ്പിച്ചാണിത്. ഇസഡ് കോംപ്ലിമെന്റ് ഈക്വൽ ടു കിട്ടാം എന്നിരിക്കട്ടെ, നോട്ട് ഈക്വൽ ടു അല്ല, ഈക്വൽ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മുൻപറിയാം. E72 ലെമ്മ അനുസരിച്ച് ഇസഡ് കോംപ്ലിമെന്റ് if x is a normal space and y is a subspace of x which is not a hyperspace in x, then y complement is connected. Lemma 7.2. Now S union minus S equal to Z complement ആവുമ്പോൾ എന്ത് സംഭവിക്കും? Z complement is the disjoint union because S intersection minus S is equal to null set by property 2, and by S union minus S is equal to Z complement by assumption. Z complement will be a disjoint union of two non-empty open subsets. Okay, this is impossible since Z complement is connected. അതുകൊണ്ട് S union minus S equal to Z complement വരില്ല, പ്രോപ്പർ സബ്സെറ്റ് എന്നേ വരൂ. സബ്സെറ്റ് വരുമ്പോൾ നമ്മൾ നേരത്തെ തേർഡ് പ്രോപ്പർട്ടിയിൽ കണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എസും മൈനസ് എസും ഇസഡ് കോംപ്ലിമെന്റിന്റെ സബ്സെറ്റ് ആയിട്ട് നിൽക്കുന്നു. എസ് യൂണിയൻ മൈനസ് എസ് സബ്സെറ്റ് ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇസഡ് കോംപ്ലിമെന്റ് ആയതുകൊണ്ട് നമുക്കിവിടെ തീർച്ചയായിട്ടും ഒരു എക്സ് നോട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇസഡ് കോംപ്ലിമെന്റിലുണ്ട്, പക്ഷേ എസ് യൂണിയൻ മൈനസ് എസിൽ ഇല്ല. ദാറ്റ് ഈസ് there exists x naught. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് ഈ ഔട്ടർ പോർഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഇസഡിൽ ഇല്ലാത്ത എസ് യൂണിയൻ മൈനസ് എസിലും ഇല്ലാത്ത ഒരു എലമെന്റ് ഇസഡ് കോംപ്ലിമെന്റിൽ എക്സ് നോട്ട് കണ്ടെത്താം. ഓക്കെ, എക്സ് നോട്ടിലാണ് നമുക്ക് ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് ഇസഡ് എക്സ് നോട്ട് നൾ സെറ്റ് ആകാൻ വേണ്ടി ആക്ട് ചെയ്യുന്നത് ഈ എക്സ് നോട്ട് ആണ്. അപ്പൊ ഈ എക്സ് നോട്ട് എടുത്തുകൊണ്ട് വരാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എസുമായി ബന്ധപ്പെട്ട് ചെയ്തത് മനസ്സിലാക്കി. There is some x naught belongs to x with x naught not belongs to z, and ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് z x naught null set എന്ന് വരുന്നതോടുകൂടി ഈ എക്സിന്റെ ഇസഡിന്റെ മാക്സിമാലിറ്റിയെ വരുന്നതോടുകൂടി ഇസഡിന്റെ മാക്സിമാലിറ്റിയെ അത് കോൺട്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് z x naught null set ആണോ? വീണ്ടും കോൺട്രഡിക്ഷൻ വഴി തെളിയിക്കാം. Let it possible ഈ ഇന്റർസെക്ഷൻ സ്പാൻ സെറ്റ് Z x naught നോൺ എംപ്റ്റി എന്ന് ആലോചിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഒരു കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് വീണ്ടും ഈയിലെ എലമെന്റ് ആണ്, അത് സ്പാൻ സെറ്റ് Z x naught-ലെയാണ്. അപ്പൊ സ്പാൻ സെറ്റ് Z x naught-ലെ ആവുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ആ എക്സിനെ ഇസഡിലെ എലമെന്റ് പ്ലസ് എക്സ് നോട്ട് കൊണ്ട് സ്പാൻ ചെയ്യാൻ ഒരു സ്കെയിലർ കൊണ്ട് വിളിച്ച് ഇസഡ് പ്ലസ് ടി എക്സ് നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ഹിയർ കെ ആർ ആണ്, ഹെൻസ് ടി ബിലോങ്സ് ടു ആർ. ഇവിടെ 3 കേസുകളായിട്ട് മുഴുവൻ കേസ് നമുക്ക് ആലോചിക്കാം. ഇഫ് ടി ഈസ് ഈക്വൽ ടു 0, ഈ ഒരു ടി ബിലോങ്സ് ടു ആർ നമ്മൾ പറഞ്ഞല്ലോ,
ഇതിങ്ങനെ സംഭവിക്കുമോ? അപ്പം ഇവിടെ 3 കേസായിട്ട് തിരിച്ചാൽ T0, T greater than 0, T less than 0 ഈ കേസുകൾ സംഭവിക്കുമോ നോക്കിയാൽ മതി. അപ്പോൾ T0 ആണെങ്കിൽ XZ ആയി. XZ എന്ന് പറയുമ്പോൾ X ഡയറക്ട്ലി ഇവിടെ ഇയിലുണ്ട്, Z Zലാണ്. അപ്പോൾ X is equal to Z means ഈ ഇന്റർസെക്ഷൻ Z എലമെന്റ് ആയി. That is not possible. T greater than 0 ആയാലോ? അപ്പോൾ T greater than 0 ആകുമ്പോൾ ഇത് പ്രത്യേകതയിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ X naught is equal to minus Z by T plus X by T എന്ന് അറേഞ്ച് ചെയ്യുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് എസിലുണ്ട്, കാരണം ഇത് മൈനസ് Z by T ഇസഡിലെയാണ്, ഇസഡ് വെക്ടർ സ്പേസ് ആയതുകൊണ്ട്. അതുപോലെ 1 by T into X, 1 by T is some greater than 0 element, therefore 1 by T into X, X എവിടുത്തെയാ? ഇയിലെയാണ്, X ഇയിലെയാണ്. അപ്പോൾ 1 by T into X R ഇയിലെയാണ്. അപ്പോൾ X നോട്ട് എവിടുത്തെ എലമെന്റ് ആയി? എസിലായി. X നോട്ട് ഇയിലെ എലമെന്റ് അല്ല, ബിക്കോസ് X നോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. X നോട്ട് നോട്ട് ബിലോങ്സ് ടു Z യൂണിയൻ S യൂണിയൻ മൈനസ് S. T ലെസ് ദാൻ 0 ആവുകയാണെങ്കിലോ ഇവിടെ നിന്ന് X നോട്ട് വീണ്ടും ആലോചിക്കുക, മൈനസ് Z by T plus X by T. T less than 0 means 1 by T is also less than 0. Then minus Z by T Z ലെയാണ് നമുക്കറിയാം. ഇനിയും 1 by T less than 0, it is minus of minus X by T. Therefore, this belongs to minus S, which is a contradiction because minus S will X naught illa. Now, span set Z X naught is an element of W. Okay, that is a Wronskian W, and we know that which is strictly larger than Z because span set Z X naught contains Z. This contradicting the maximality of Z in W. നമ്മൾ പറഞ്ഞു വെച്ചത് Z ആണ് മാക്സിമൽ എന്നാണ്, പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സ്പാൻ സെറ്റ് Z X naught നമ്മൾ നേരത്തെ പറഞ്ഞ റോൺസ്കിയനിലെ എലമെന്റ് ആണ്, ആൻഡ് വി നോ ദാറ്റ് വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലാർജർ ദാൻ Z. ആൻഡ് നമ്മൾ എടുത്തിരിക്കുന്ന Z അവിടെ മാക്സിമൽ ആണ്, ഡബ്ല്യൂയിലെ മാക്സിമൽ എലമെന്റ് ആണ്. അപ്പോൾ അത് ഹൈപ്പർ സ്പേസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ മാക്സിമാലിറ്റി ഓഫ് Z ഇൻ ഡബ്ല്യൂവിനെ ഹൈപ്പർ സ്പേസ് അല്ലെങ്കിൽ കോൺട്രഡിക്ട് ചെയ്യും. Z ഹൈപ്പർ സ്പേസ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കിവിടെ ലെമ്മ 7.2 ഉപയോഗിച്ച് Z കോംപ്ലിമെന്റ് കണക്റ്റഡ് എന്ന് പറയാൻ കഴിഞ്ഞതും ഇങ്ങനെ X നോട്ട് അവിടെ ഉണ്ടായതും. അപ്പൊ അതുവഴി സ്പാൻ സെറ്റ് Z X നോട്ട് ഇയുമായി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഉണ്ടാക്കുകയും പിന്നെ സ്പാൻ സെറ്റ് Z X നോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. റോൺസ്കിയൻ W ഇത് വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സബ്സ്പേസ് ആണ്, Y യെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് Z-നെ കണ്ടെയ്ൻ ചെയ്യുന്നത് സ്പാൻ സെറ്റ് Z X നോട്ട് റോൺസ്കിയനിൽ വരികയും ചെയ്യും. അത് കോൺട്രഡിക്ട് ചെയ്യുന്നു മാക്സിമാലിറ്റി ഓഫ് Z ഇൻ W. അത് നമ്മൾ മാക്സിമാലിറ്റി ഓഫ് Z ഇൻ W നമുക്ക് നേരത്തെ ക്ലിയർ ആണ്. ആയതുകൊണ്ട് Z ഹൈപ്പർ സ്പേസ് അല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ല. ദാറ്റ് മീൻസ് Z ഈസ് എ ഹൈപ്പർ സ്പേസ് ഇൻ X. ഈ Z സ്റ്റോൺസ് ലെമ്മ വഴി സ്ക്രിപ്റ്റ് W വന്നത്, സ്ക്രിപ്റ്റ് W നമ്മൾ ഫോം ചെയ്തതനുസരിച്ച് ഈ Y സബ്സെറ്റ് ഓഫ് Z ഈ ഇന്റർസെക്ഷൻ Z നൾ സെറ്റും ഉണ്ട്. പിന്നെ അത് മാക്സിമൽ ആയിട്ട് അവിടെ വന്നു, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹൈപ്പർ സ്പേസ് വരെ കിട്ടി. ഇനി അന്നേരം തെളിയിക്കാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതോടുകൂടി ഈ ആദ്യത്തെ പാർട്ട് തീരും. പക്ഷേ Z ഇവിടെ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് ആണെന്നുള്ളതിന് ക്ലോഷർ തന്നെയാണോ നോക്കിയാൽ മതി. Z ക്ലോഷർ Z ആണോ? അറിയാവുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഇൻ X ഗിവൺ ആണ്, ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഇന്റർസെക്ഷൻ Z നൾ സെറ്റും ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് Z ക്ലോഷർ X അല്ല. എന്താ ക്ലോഷർ? എന്താണ് Z ക്ലോഷർ? Z ക്ലോഷർ is set of all X belongs to X such that each neighborhood of X intersects with Z. Neighborhood of X means an open set containing X. Open set containing X intersects with the Z. Now, ഇവിടെ എന്തുകൊണ്ട് Z ക്ലോഷർ X അല്ല? നമുക്കറിയാം E എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഇൻ X, നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ആൻഡ് ഈ ഇന്റർസെക്ഷൻ Z is equal to null set. അപ്പൊ ഈ നോൺ എംപ്റ്റി ആയതുകൊണ്ട് ഈക്കകത്ത് എലമെന്റ്സ് ഉണ്ട്, let it be X. അപ്പോൾ ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന E എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് Z-മായി ഇന്റർസെക്ട് ചെയ്യാത്തതുകൊണ്ട് ഈ എക്സുകൾ Z ക്ലോഷറിന് ഒഴിവായിരിക്കും. അതുകൊണ്ട് Z ക്ലോഷർ X ആകില്ല. Z ക്ലോഷർ X അല്ല. എന്തിനാണ് Z ക്ലോഷർ X അല്ല എന്ന് നമ്മൾ പറഞ്ഞത്? ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് Z ക്ലോഷർ Z ആണോ എന്നാണ്. നമുക്കറിയാവുന്നത്
തീർച്ചയായിട്ടും ഒരു സെറ്റിന്റെ ക്ലോഷർ ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് ഈസ് Z is subset of Z closure and Z closure is subset of the whole space X. അതിലുപരി ഇവിടെ Z closure ഒരു സബ്സ്പേസ് ആണ്. എന്തുകൊണ്ടാണ് Z closure സബ്സ്പേസ് ആയത്? By theorem 5.2 we have, if Y is a subspace of X, then Y closure is also a subspace. Here Z is a subspace, therefore Z closure is a subspace of X. മറ്റൊരു പ്രശ്നം Z ഹൈപ്പർ സ്പേസ് ആണ്. തൊട്ട് മുകളിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ് Z is a hyperspace in X. അപ്പോൾ ഹൈപ്പർ സ്പേസിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് എ മാക്സിമൽ സബ്സ്പേസ്. അതായത് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോപ്പർ സബ്സ്പേസ് ഒരിക്കലും എക്സിൽ ഉണ്ടാകരുത്. Z സബ്സെറ്റ് ഓഫ് Z ക്ലോഷർ സബ്സെറ്റ് ഓഫ് X ആണ്. അപ്പൊ Z ഹൈപ്പർ സ്പേസ് ആയതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് Z ക്ലോഷറിന് Z നെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയില്ല ഇഫ് Z ക്ലോഷർ ഈസ് എ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് X. പക്ഷെ എക്സിന് കണ്ടെയ്ൻ ചെയ്യാം ഹൈപ്പർ സ്പേസിനെ. അപ്പോ Z ക്ലോഷർ X ആയിരുന്നാൽ പ്രശ്നമില്ലായിരുന്നു. ബട്ട് we have proved that Z closure not equal to X. Z closure not equal to X കൂടെ പറഞ്ഞതുകൊണ്ട് Z closure പ്രോപ്പർ സബ്സ്പേസ് ആയിരിക്കുകയാണ് എക്സിന്റെ. ആയതുകൊണ്ട് Z closure പിന്നീട് Z നെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് Z closure Z ആയിരിക്കും. Let X be a normative space over K, be a non-empty open convex subset of X, and Y be a subspace of X such that D intersection Y is equal to null set. Then we get a closed hyperspace Z in X such that Y subset of Z and D intersection Z is equal to null set. അത് കിട്ടി. ക്ലോസ്ഡ് ഹൈപ്പർ സ്പേസ് എന്നുള്ളതായിരുന്നു. ഇനി എന്താ നമുക്ക് വേണ്ടിയേ? ഈ K is equal to R ൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചാൽ ഇത് കിട്ടുമെന്ന് നോക്കാം. എന്ത് വേണം? There is a continuous linear functional. It is f from X to R. F from X to R. ഇവിടെ ഇപ്പോൾ X to R പറഞ്ഞാൽ മതി. പിന്നീട് കോംപ്ലക്സിലേക്ക് മാറ്റണം. കാരണം ആറിനല്ല ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, ആറിന് മാത്രമല്ല. സച്ച് ദാറ്റ് എന്ത് സംഭവിക്കണം? വൈയിൽ അത് ആക്ട് ചെയ്യുന്നത് മുഴുവൻ സീറോ. വൈയിലെ മുഴുവൻ എലമെന്റിനെ സീറോയിലേക്ക് കൊണ്ടുപോകണം. ഈയിലെ എലമെന്റിന് എന്നാൽ സീറോയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യരുത്. 2.5b. ലീനിയർ ഫംഗ്ഷണൽ ഉണ്ടെങ്കിൽ അതുവഴി സീറോ സ്പേസ് ഹൈപ്പർ സ്പേസ് ആയിട്ട് വരുമെന്നും, തിരിച്ച് ഒരു ഹൈപ്പർ സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു ലീനിയർ ഫംഗ്ഷണൽ വഴി എന്ത് ചെയ്യാം? ആ ഹൈപ്പർ സ്പേസ്, അതായത് ഒരു ലീനിയർ ഫംഗ്ഷണൽ ഉണ്ടാകും, ആ ഹൈപ്പർ സ്പേസ് ആ ഫംഗ്ഷണലിന്റെ സീറോ സ്പേസ് ആയിരിക്കും. അങ്ങനെയും പറയാം. Since Z is a hyperspace in X, by theorem 2.5b, is a linear functional f from X to R such that ഇത്രയേ ഉള്ളൂ, സീറോ സ്പേസ് ഓഫ് f Z ആവും. ആ രീതിയിൽ ഒരു എഫ് കൊണ്ടുവരാൻ കഴിയും. അടുത്തായി നമുക്കിവിടെ പറയാനുള്ളത്, this f is a continuous linear functional on X. From X to R is continuous. 6.4 ഒരു corollary ആണ്. അത് പറയുന്നത് X and Y be normative spaces and f from X to Y be a linear map such that range of f is finite dimensional, then f is continuous if and only if the zero space of f is closed in X. In particular, a linear functional f on X is continuous if and only if zero space of f is closed in. A linear functional f on X is continuous if and only if zero space of f is closed in X. Zero space of f closed ആണെങ്കിൽ we can say that f is continuous on X by corollary 6.4. Now, ഇത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സീറോ സ്പേസ് ഓഫ് Z ആണ്. തൊട്ട് മുകളിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ് Z is closed in X. Okay, by corollary 6.4 f is continuous on X. Now f is a continuous linear functional, real linear functional on X. And see, R ന്റെ കേസിൽ k is equal to R ആവുന്ന കേസിൽ f belongs to X prime എന്ന് പറയാം. അതുവരെ ഇവിടെ മുഴുവൻ റിസൾട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അടുത്ത എന്താ ഇവിടെ എഫിന്റെ പ്രത്യേകത പറയേണ്ടുന്നത്? ഈ വൈയിലെ ഏത് എലമെന്റിനും എക്സ് എഫ് വഴി സീറോയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഫോർ എക്സ് ബിലോങ്സ് ടു വൈ, അപ്പോൾ എക്സ് ബിലോങ്സ് ടു വൈ ആകുമ്പോൾ എന്താണ് ഇവിടുത്തെ ഇസഡിന്റെ പ്രത്യേകത? വൈ സബ്സെറ്റ് ഓഫ് ഇസഡ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇസഡ് ഡബ്ല്യൂലാണ്, സ്ക്രിപ്റ്റ് ഡബ്ല്യൂലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സബ്സെറ്റ് ഓഫ് ഇസഡ് എന്ന് നമുക്കറിയാം. Therefore, x belongs to y implies x belongs to z, and z is zero space of f. Therefore, f of x is equal to 0. And then what about a element x belongs to e? നമ്മൾ തെളിയിക്കേണ്ടത് അവിടെ f of x, റിയൽ പാർട്ട് ഓഫ് f of x non zero ആവണം.
x belongs to E ആവുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈയുടെ പ്രത്യേകത എന്തായി ഇസഡുമായിട്ട് ഈ intersection z is equal to null set. Therefore x belongs to E implies x not belongs to Z. നമുക്കറിയാം z ആണ് സീറോ സ്പേസ് ഓഫ് f. അപ്പം സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകളെല്ലാം ഈ ഇസഡിൽ അല്ലെങ്കിൽ സീറോ സ്പേസ് ഓഫ് എഫിലാണ് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരൊറ്റ എലമെന്റ് പോലും പിന്നെ ഇവിടെ വരുന്നില്ല ഇയിൽ. Therefore x belongs to E implies x not belongs to Z. Hence f of x not equal to 0 for every x belongs to E. അതുകൊണ്ട് തിയറം k is equal to r ന് പ്രൂവ്ഡ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എടുത്ത് നിന്ന് തുടങ്ങാൻ പോവാണ്, അതായത് എഫിൽ നിന്ന് തുടങ്ങാൻ പോവാണ്, ശ്രദ്ധിച്ചോണം. ലെറ്റ് k is equal to, പക്ഷെ എഫ് എന്ന് നമ്മൾ അവസാനമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഈ എഫിന് ഒരു പേര് വിളിച്ച് പറയും. k is equal to c റിഗാർഡിംഗ് x as a ലീനിയർ സ്പേസ് ഓവർ r. അതായത് മുന്നിലത്തെ പ്രൂഫിലേക്ക് പോവുക. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു കണ്ടിന്യൂസ് റിയൽ ലീനിയർ ഫംഗ്ഷണൽ. നമുക്ക് ലാസ്റ്റിൽ എഫിനെ തീരുമാനിക്കാം. അതുകൊണ്ട് നമുക്ക് നേരത്തെ വിളിച്ച എഫിനെ യു എന്നിപ്പോ വിളിക്കാം. യു ഫ്രം എക്സ് ടു ആർ, മുൻസ് ടു ആർ. എന്തായിരുന്നു ആ യുവിന്റെ പ്രത്യേകത? അന്നേരം യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു വൈ ആൻഡ് യു ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു വി. ദാറ്റ് ഈസ് ബൈ എബോവ് പാർട്ട്. ഇത് നമുക്ക് ആറിൽ ഇങ്ങനെ പറയാം. തെളിയിക്കേണ്ടത് k is equal to c ആണ്. ഓവർ ആറിൽ അതിന്റെ ഒരു പാർട്ടിലെടുത്ത് മുകളിലത്തെ പാർട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ യു ഉപയോഗിച്ച് ലെമ്മ 7.1ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് മൈനസ് ഐ ഇൻറ്റു യു ഓഫ് ഐ എക്സ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്താണ്? കോംപ്ലക്സ് ലീനിയർ ഫംഗ്ഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എഫ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതിനും സംശയമില്ല, കാരണം കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് ലെമ്മ 7.1 പറയുന്നുണ്ട്. എഫിന് വേണ്ടുന്ന പ്രോപ്പർട്ടി ഇനി എന്തൊക്കെയാ? വൈയിൽ എക്സ് എടുത്താൽ എഫ് ഓഫ് എക്സ് 0 ആകണം. ഇയിൽ എക്സ് എടുക്കുമ്പോൾ റിയൽ പാർട്ട് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എക്സ് വൈയിൽ എടുത്തു, എഫ് ഓഫ് എക്സ് 0 ആണോ? എക്സ് വൈയിൽ എടുക്കുമ്പോൾ വൈ സബ്സ്പേസ് അല്ലെങ്കിൽ വെക്ടർ സ്പേസ് ആയതുകൊണ്ട് ഐ എക്സ് ഐ വൈയിൽ. ഓക്കെ, ഇനി ഐ വൈ എന്താണ്? ഇവിടെ ഈ എക്സിനെ കുറിച്ച് പറയുമ്പോൾ എക്സ് വെക്ടർ സ്പേസ് ഓവർ സി ആണ്. ഇവിടെ ലെറ്റ് k is equal to c എടുത്തു കഴിഞ്ഞു, ഓവർ സി ആണ്. അപ്പൊ എന്തേ സംഭവിച്ചിട്ടുള്ളൂ? വൈ സബ്സ്പേസ് ആണ് അല്ലെങ്കിൽ വെക്ടർ സ്പേസ് ആണ്. വെക്ടർ സ്പേസിനെ എലമെന്റിനെ സ്കെയിൽ കൊണ്ട് ഗുണിച്ചാൽ വൈയിൽ തന്നെ അല്ലേ കിട്ടുന്നത്? വൈ തന്നെയാണ് കിട്ടുന്നത്, സംശയമൊന്നുമില്ല. ഐ വൈ ഈക്വൽ ടു വൈ, കാരണം സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എക്സ് വൈയിൽ വരുമ്പോൾ ഐ എക്സ് എവിടെ വരുന്നു? വൈയിൽ വരുന്നു. അതെന്തിനാ പറഞ്ഞേ? എഫ് ഓഫ് എക്സ് എന്താന്നാ ചോദ്യം. എഫ് ഓഫ് എക്സ് എന്താന്ന് ചോദിക്കുമ്പോൾ യു ഓഫ് എക്സ് മൈനസ് ഐ യു ഓഫ് ഐ എക്സിലേക്ക് പോകും. അപ്പൊ യു ഓഫ് എക്സും അറിയണം, യു ഓഫ് ഐ എക്സും അറിയണം. അതിനുവേണ്ടിയാണ് എക്സ് വൈയിൽ എടുത്തു. ഓക്കെ, അപ്പൊ ഐ എക്സ് എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ ഐ എക്സ് വൈയിലാണ്. അപ്പൊ ഇനി യു ഓഫ് എക്സും യു ഓഫ് ഐ എക്സും പറയാം. പറഞ്ഞ എക്സ് ബിലോങ്സ് ടു വൈ, യു ഓഫ് എക്സ് 0 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് മൈനസ് ഐ യു ഓഫ് ഐ എക്സ് എടുക്കുമ്പോ എക്സ് വൈയിലായതുകൊണ്ട് യു ഓഫ് എക്സ് 0 ആവും, ഐ എക്സ് വൈയിലായതുകൊണ്ട് യു ഓഫ് ഐ എക്സും 0 ആവും. Therefore it is 0 minus I0 that is equal to 0. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഫോർ എക്സ് ബിലോങ്സ് ടു ഇ ആലോചിക്കാം. എന്താണെന്നാ ചോദ്യം? എഫ് ഓഫ് എക്സിന്റെ റിയൽ പാർട്ട് എന്താ? എഫ് ഓഫ് എക്സിന്റെ റിയൽ പാർട്ട് എഫ് ഓഫ് എക്സ് കണ്ടോ ഇങ്ങനെ കിടക്കുന്നത്? യു ഓഫ് എക്സ് മൈനസ് ഐ യു ഓഫ് ഐ എക്സ്. യു ഓഫ് എടുത്താൽ എവിടെയാണ്? ആറിലും ആണ് നമുക്കറിയാം. യു ഫ്രം എക്സ് ടു ആർ ആണ്. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സിന്റെ റിയൽ പാർട്ട്? തീർച്ചയായിട്ടും യു ഓഫ് എക്സ് ആണ്. ആൻഡ് ഫോർ എക്സ് ബിലോങ്സ് ടു ഇ യു ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. കിട്ടിയല്ലോ, കണക്ഷൻ ആയല്ലോ. റിയൽ പാർട്ട് ഓഫ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. കണ്ടോ? അപ്പൊ വളരെ എളുപ്പത്തിൽ ഇവിടെ ഹൈപ്പർ സ്പേസ് ഒന്നും പറയാതെ മുന്നിൽ പറഞ്ഞ എഫ് ഉണ്ടായതുകൊണ്ട് ബൈ 7.1 ലെമ്മ എഫ് കയറി വരും. അപ്പൊ എന്തായി? റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എക്സ് ബിലോങ്സ് ടു ഇ ആൻഡ് ഫോർ എക്സ് ബിലോങ്സ് ടു വൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. 2.5a പറയുന്നുണ്ട്. If f is a linear functional on x and f not equal to 0, then zero space of f is a hyperspace in x. Zero space of f is a hyperspace in the linear space x. അതിനെ z എന്ന് വിളിക്കാം. z എന്ന് വിളിച്ചു z കിട്ടി. സീറോ സ്പേസ് ഓഫ് എഫ് കിട്ടി. അത് ക്ലോസ്ഡ് ആവണം, അത് y യെ കണ്ടെയ്ൻ ചെയ്യണം, ഈ ഇന്റർസെക്ഷൻ z നൾ സെറ്റ് ആവണം. അപ്പോ നോക്കാം. ബൈ തിയറം 6.4 again. Zero space of f is closed in the space x. Simple ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. Then z is a closed hyperspace in the linear space x over c ആയി. പക്ഷേ നമുക്ക് ഇനി ഉള്ളത് എന്താ? ക്ലോസ്ഡ് ഹൈപ്പർസ്പേസ് ആയി. y സബ്സെറ്റ് ഓഫ് z എന്നും ഈ ഇന്റർസെക്ഷൻ z നൾ സെറ്റ് എന്നും കിട്ടണം. എടുത്താൽ x y യിൽ എടുത്താൽ f of x എന്താണ്? x
വൈയിൽ എടുത്തപ്പോ എഫ് ഓഫ് എക്സ് സീറോ, എഫ് ഓഫ് എക്സ് സീറോ സ്പേസ് ഓഫ് എഫിൽ വരും വൈയില് എന്ന് പറഞ്ഞാൽ വൈയിലെ ഏത് എലമെന്റും എവിടെ വരുന്നുണ്ട്? സീറോ സ്പേസ് ഓഫ് എഫിൽ വരുന്നുണ്ട്. സീറോ സ്പേസ് ഓഫ് എഫിന്റെ പേരാണ് ഇസഡ്, വൈ സബ്സെറ്റ് ഓഫ് ഇസഡ്. ഇന്റർസെക്ഷൻ ഇസഡ് എന്തുകൊണ്ട് നൾ സെറ്റ് ആയി? സ്പേസ് ഓഫ് എഫ് ആണ് ഇസഡ്. ഏത് എലമെന്റിനും എഫ് ഓഫ് എക്സ് സീറോ ആണ്. പക്ഷേ ഈയിലെ എലമെന്റ് എടുത്താൽ എഫ് ഓഫ് എക്സ് ഒരിക്കലും റിയൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഒരിക്കലും സീറോ അല്ല. അപ്പൊ ഈയിലുള്ള ഒരു എലമെന്റിന് എഫ് ഓഫ് എക്സ് സീറോയും അല്ല, ഇസഡിലുള്ള എല്ലാ എലമെന്റിനും എഫ് ഓഫ് എക്സ് സീറോയും ആണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ ഇസഡ് നൾ സെറ്റ് ആണ്.